നാട്ടിലെ അമ്പലത്തിലെ വിശേഷങ്ങളായാലോ എന്ന്. ഇത് തിരുമുഴിക്കുളം അമ്പലം എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. നാലമ്പല ദർശനത്തിന് പേര് കേട്ട 4 അമ്പലങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തില് ഇവിടെ ഇത്തിരി സ്പെഷ്യലാണ്. കഴിഞ്ഞ വീഡിയോകളില് നമ്മള് നൊസ്റ്റാൾജിയനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ കുട്ടിക്കാല നൊസ്റ്റാൾജിയകളില് ഏറ്റവും ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഇടമാണ് ഈ അമ്പലം. അമ്പലം എന്ന് കണ്ണുപൂട്ടി പറയാൻ പറ്റില്ല. അമ്പലത്തിന്റെ പരിസരങ്ങളാണ് കൂടുതലും എന്റെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് ഈ കർക്കിടക മാസത്തില് ദൂരത്തു നിന്നൊക്കെ ആൾക്കാര് വിസിറ്റിനായിട്ട് ഈ അമ്പലത്തിൽ എത്തുന്നത് കൊണ്ട് ഭയങ്കര പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന തരത്തിലുള്ള ഒരുപാട് ഷോപ്പുകളെല്ലാം ആ സമയങ്ങളിൽ നമുക്ക് നിരനിരയായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഷോപ്പുകളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭക്തിഗാനങ്ങളൊക്കെ ഉള്ള കാസറ്റുകളും സീഡികളും വിൽക്കുന്ന കടകളുണ്ടാവും. അവിടെ നിന്ന് ഇപ്പോഴും നല്ല നല്ല രസമുള്ള പാട്ടുകളെല്ലാം വെച്ചിട്ട് നല്ലൊരു വൈബ് തന്നെയായിരിക്കും കേട്ടോ. കുട്ടിക്കാലം മുതൽ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയായതുകൊണ്ട് ഈ വട്ടം എന്തായാലും ഒരു ദിവസം അവിടെ വിസിറ്റിന് പോകണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. കർക്കിടകം കഴിഞ്ഞു, ചിങ്ങം പിറന്നു എന്നിരുന്നാൽ പോലും ഈ ചിന്തകളൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്കും കൂടി ലേറ്റ് ആയാൽ പോലും ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോ ഞാൻ കർക്കിടകത്തിന്റെ ലാസ്റ്റ് ടൈമിലാട്ടോ ഞാൻ ആ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഈ കാണുന്ന കടകളിലെല്ലാം ഞാൻ കയറി ഇറങ്ങും. അങ്ങറ്റം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം കണ്ട് മനസ്സൊന്ന് തൃപ്തിപ്പെടുത്തി അപ്പൊ തന്നെ ഇറങ്ങും. ഈ വട്ടം എല്ലാ വട്ടത്തെ പോലെ തന്നെ ഞാൻ വിസിറ്റ് നടത്തിയപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമൊന്നും എന്റെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാണലും കാര്യങ്ങളും മാത്രമായിട്ട് ഇത് ഒതുങ്ങി. പിന്നെ വാങ്ങുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്തെങ്കിലും ഡെക്കോർ പീസസ് ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തുള്ള പലഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒട്ടും എന്റെ വൈബിന് ചേരുന്ന ഒരു കാര്യമേ അല്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡേ വെക്കാറില്ല. പിന്നെ നമ്മുടെ ലേഡീസിന് ഗേൾസിനൊക്കെ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുന്നതെല്ലാം ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് സാധനങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. എന്തുകൊണ്ടാണോ ലാവൻഡർ എന്റെ കണ്ണിൽ പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസമാണെങ്കിലും ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടി പോകാനിരിക്കുമായിരുന്നു. അന്ന് ഞാൻ വെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന സാരിയും ലാവൻഡർ കളറായിരുന്നു. അതുകൊണ്ടാണോ ലാവൻഡർ എന്റെ മുന്നിലും മിന്നി മറിഞ്ഞെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കുട്ടി കറക്കം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ പോവാട്ടോ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.